ഈ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ 5.5 ലക്ഷം പ്രവർത്തകരുണ്ട്. ഈ 5.5 ലക്ഷം പ്രവർത്തകരെയും ഞങ്ങൾ സമരസജ്ജരാക്കി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് നടത്തും. അത് തടയാൻ ഈ പോലീസുകാർ പോരാ, അത് തടയാൻ ഈ RPF പോരാ, അത് തടയാൻ CISF പോരാ, അത് തടയാൻ ഏത് സൈനിക വൃന്ദം വന്നാലും കഴിഞ്ഞെന്ന് വരില്ല. ഞങ്ങൾ സൈന്യത്തെ കണ്ട് ഭയക്കുന്നവരല്ല. പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്താണ് ബോഡി കിട്ടിയത്. പരിസരത്ത് വന്നിട്ടില്ല. ഏത് നേതാവുണ്ടായിരുന്നു? ജോയിയുടെ വീട്ടിൽ പോകാൻ ഏത് നേതാവുണ്ടായിരുന്നു? നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്ന സംഭവങ്ങൾ മലയാളികളെ മുൾമുനയിലാക്കിയ ഒരു രക്ഷാപ്രവർത്തനം അതൊക്കെ കണ്ടതാണ്. അതിനുശേഷം കേരളത്തിൽ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ മലയാളികളെ രക്ഷിക്കാൻ ഒരു രക്ഷാപ്രവർത്തനത്തിനായി ഡിവൈഎഫ്ഐയും ഒപ്പം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജു ഖാനും ഇറങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ശകലമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കാനും റെയിൽവേ സ്റ്റേഷനെ പൂർണ്ണമായും ബന്ദോസാക്കാനും ഇനി സൈനികരെത്തിയാൽ പോലും അതിനെ പാടെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തച്ചുടച്ചുകൊണ്ട് 5 ലക്ഷത്തോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരക്കുമെന്നുള്ള വെല്ലുവിളിയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ഇതേക്കുറിച്ച് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീ GS ശ്രീകുമാർ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് RS രാജീവ്. സ്വാഗതം. ശ്രീ GS ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ സംഭവമുണ്ട്. അതായത് ജോയി എന്നൊരു ശുചീകരണ തൊഴിലാളി ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം വൃത്തിയാക്കാനായി ഇറങ്ങി ഒരു അപകടം സംഭവിച്ചു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിൽ പരസ്പരം പഴിചാരുകയാണ് റെയിൽവേയും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം കൂടി, ഒരു വെല്ലുവിളി കൂടി ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതാവ് വളരെ വർഷത്തിന് ശേഷമാണ് ഇവർ സമരരംഗത്തോട്ട് വരുന്നത്. അങ്ങനെ വരുന്നത് കാണുന്നതിലൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇവർ ഒരു ജനകീയ പ്രശ്നങ്ങൾക്കും ഒന്നിനും രംഗത്ത് വരുന്നില്ല. സമരം ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയത് SFI ആണ്. ആ ഭരണപക്ഷത്തിരിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ മുതുകിൽ കയറാനും ഈ പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥിയെ കൊല നടത്താനും ഒക്കെയുള്ള ആ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തും കൂടി നടത്താൻ SFI കഴിഞ്ഞു. അപ്പോൾ ഷിജു ഖാൻ ഒരു അവസരം കിട്ടിയത് നന്നായിട്ട് വിനിയോഗിക്കുന്നു എന്ന് തോന്നുന്നു. ഈ 5 ലക്ഷം പേരെ നിരത്തിക്കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? റെയിൽവേ സ്റ്റേഷൻ അതിൽ പറയുന്നത് പോലീസിന് ഭയമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ്റെ പോലീസിന് അദ്ദേഹത്തിന് ഭയമില്ല. ഓക്കെ, നല്ല കാര്യം. പക്ഷേ അദ്ദേഹം പിന്നെ സൈന്യത്തിന് ഇറക്കിയാലും ഭയമില്ല എന്ന് പറയും. അപ്പോൾ ഈ സൈന്യത്തിനെതിരേക്ക് നമ്മുടെ രാജ്യത്ത് സംസാരിച്ചിട്ടുള്ള ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. ഈ രാജ്യത്തിൻ്റെ വിഘടനവാദികളും തീവ്രവാദികളും ഒക്കെയാണ് സൈന്യത്തിൻ്റെ കല്ലെറിയുക, സൈന്യത്തിനെതിരെ വെടിയുതിർക്കുക. അപ്പോൾ ഇങ്ങനത്തെ വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ ഇത് ഏത് സൈന്യം വന്നാലും എന്നുള്ളതിനെക്കുറിച്ച് ഷിജു തന്നെ വ്യക്തമാക്കണം. ഇന്ത്യ രാജ്യത്തെ സൈന്യത്തിനാണെങ്കിൽ അത് വ്യക്തമായിട്ട് അത് പറയണം. ഏത് സൈന്യം വന്നാലും ഞങ്ങൾ നേരിടും എന്നൊക്കെ പറയുന്നത് വളരെ ലാഘവത്തോട്ട് കാണാൻ പറ്റില്ല. രാജ്യദ്രോഹപരമായ പ്രസ്താവനയാണെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത്രയും നാൾ പണിയൊന്നും ഇല്ലാതെ മൂലയിൽ ഒതുങ്ങിയിരുന്നപ്പോൾ ഇവിടെ മാലിന്യം കൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കുറ്റം മറയ്ക്കുവാൻ ചില കള്ളന്മാർ മോഷണം നടത്തിയിട്ട് പോലീസിനോട് സാക്ഷിയായി വരാറുണ്ട്. ഞാനത് സാക്ഷിയാണ്, ഇന്നയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രതി എന്നെ സാക്ഷിയാവുന്ന അത്തരത്തിലുള്ള ഒരു നാടകമാണ് ഡിവൈഎഫ്ഐ ഒക്കെ ഒരു കാലത്ത് യുവജനാംഗ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയിരുന്ന ഡിവൈഎഫ്ഐ. എല്ലാ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം, യുവാക്കളുമായിട്ട് യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ള ഒരു ഡിവൈഎഫ്ഐ ഇങ്ങനെയാണോ അതപ്പതിച്ചു പോകുന്നതിൽ യഥാർത്ഥ ദുഃഖമുണ്ട്. ഞാനും യുവജന സംഘടനാ പ്രവർത്തനം നിന്ന ഒരാളായിരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും യുവജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ CPM-ൻ്റെ ഭരണത്തിൽ ഈ 40 വർഷമായി ഈ നഗരസഭയിൽ 40-50 വർഷമാവുകയാണ്. ആ ഭരണത്തിൽ ഈ നഗരം പൂർണ്ണമായും നശിച്ച് നാമാവശേഷമാവുകയാണ്. എല്ലാ മേഖലയിലും നമുക്കറിയാം. കത്ത് വിവാദം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ജോലി പാർട്ടി സെക്രട്ടറിക്ക് വേണമെങ്കിൽ ലിസ്റ്റ് തരുമെന്ന് പറഞ്ഞ മേയർ, പൊങ്കാല നടത്താതെ പണം എഴുതിയെടുത്ത മേയർ,
പിന്നെ SC/ST വിഭാഗത്തെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട വിവിധ ആനുകൂല്യം ഗ്രാൻറ്റുകളൊക്കെ തട്ടിയെടുത്ത ആ കേസൊക്കെ എവിടെ പോയി? ഞാൻ മേയർക്കെതിരെയുള്ള ഹൈക്കോടതിയിൽ പോയ ഒരാളാണ്. അപ്പോൾ കോടതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് കേസ് വിജിലൻസ് അന്വേഷിക്കുന്ന നിലയ്ക്ക് ഇനി മറ്റൊരു അന്വേഷണം വേണ്ടാന്ന്. ആരും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ വിജിലൻസ് അന്വേഷണം എവിടെ? ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ വാദി ഞാനാണ്, ആ വിജിലൻസിൻ്റെ പരാതിക്കാരൻ ഞാനാണ്. പക്ഷേ ഇന്ന് വരെ അതിനെ സംബന്ധിച്ച് യാതൊരു നടപടിയില്ല. അപ്പോൾ അന്വേഷണ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പുരോഗതിയില്ല. കേസ് ഹൈക്കോടതി ഈ കേസ് നിലനിൽക്കില്ല എന്നല്ല പറഞ്ഞത്. വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു അന്വേഷണം തൽക്കാലം വേണ്ടെന്നാവാൻ. അതിൻ്റെ അർത്ഥം ഇനിയും ഏത് നിമിഷവും ആ അന്വേഷണത്തെക്കുറിച്ച് ചോദ്യത്തിൽ പോകാൻ എനിക്ക് അവകാശമുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഈ നഗരസഭ എല്ലാവിധ കഴിവുകളും പണ്ട് 30 വർഷം മുമ്പ് ശിവൻകുട്ടി മേയറായിരുന്നപ്പോൾ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്നും പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. നമ്മുടെ ഈ നഗരത്തിൽ മുഴുവൻ കുറേ വേസ്റ്റ് മാലിന്യം നിക്ഷേപിക്കുന്ന സാധനമൊക്കെ അത് തന്നെ വലിയൊരു അഴിമതി. നമ്മുടെ ഈ 30-40 വർഷം കൊണ്ട് CPMൻ്റെ ഒരു ചൂഷണത്തിനുള്ള അവസരമാണ് ഈ മാലിന്യ നിക്ഷേപം. ശിവൻകുട്ടിയുടെ കാലം മുതൽ നമ്മൾ കാണും. 30 വർഷമായി. നിങ്ങളൊക്കെ അന്ന് വളരെ ചെറുപ്പത്തിലായി സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുക ആ സമയത്ത് ഞാൻ നഗരത്തിൽ ഇങ്ങനെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞു വലിയ ആർഭാടമായിട്ട് കൊണ്ടു. അന്നും ഒന്നും നടന്നില്ല. അതിനുശേഷം വിളപ്പശാല മാത്രമാണ് ഒരല്പം ശാശ്വത. ആ വിളപ്പശാല നേരെ ചൊവ്വേ നടത്താൻ കഴിയാത്തതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പൂട്ടിച്ചു. അതിനുശേഷം പിന്നെ ഒരു മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃതമായ ഒരു സംവിധാനവും ഈ നഗരസഭ ഉണ്ടാക്കിയില്ല. പിന്നീട് വന്ന് വൻപിച്ച തട്ടിപ്പുകളായിരുന്നു. മറ്റേ എന്തോ ബിന്ന്, പിന്നെ തുമ്പൂർ മൂഴി, പിന്നെ നമ്മുടെ വീട്ടുകളിലേക്ക് 2 പൈപ്പ് കുഴിച്ചു വെച്ച് അതിനൊക്കെ 1000 രൂപയൊക്കെയാണ് ഈടാക്കിയത്. അപ്പോൾ ഇതിലെല്ലാം സകല ഇവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പാർട്ടിക്കും നഗരസഭാ ഭരണ സംവിധാനത്തിനും ഒരു നല്ലൊരു കൊള്ളയടിക്കാനുള്ള അവസരമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ശ്രീ രാജീവ്, നിലവിൽ ഷിജു ഖാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. രാജ്യദ്രോഹപരമായ ഒരു പരാമർശമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം സൈന്യത്തെയാണ് വെല്ലുവിളിച്ചത്. ഏത് സൈന്യം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് സൈന്യം വന്നാൽ പോലും നേരിടുമെന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് സൈന്യം പോലും നമ്മുടെ രാജ്യത്ത് കടന്നു കയറത്തില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ, അതും തിരുവനന്തപുരത്ത്. അപ്പോൾ കൃത്യമായി CASF എന്നൊരു വാക്ക് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആരെയാണ് വെല്ലുവിളിച്ചത്? രാജ്യത്തിനെതിരെയാണോ ഈ വെല്ലുവിളി എന്നുള്ളതൊക്കെ തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി 74ാമത്തെ വർഷമാണ് CPMൻ്റെ പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ആരുടെയാണ് ഈ രാജ്യത്തോട് എത്രമാത്രം കൂടുണ്ട് എന്നുള്ളത്, രാജ്യസ്നേഹം എത്രയുണ്ട്. അതുകൊണ്ട് ഇത് പറയും. പിന്നെ ഷിജു ഖാനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷിജു ഖാൻ 5 ലക്ഷമോ 10 ലക്ഷമോ കൊണ്ടുവരണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഷിജു ഖാൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പിണറായി വിജയനുണ്ട്. അദ്ദേഹം ഏതാണ്ട് 3 ലക്ഷം പേര് 2 ലക്ഷം പേരെന്നൊക്കെ പറഞ്ഞ് 19,000 പേരെ സെക്രട്ടേറിയറ്റിനകത്ത് കൊണ്ടുവന്നിട്ട് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പോയി ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളം മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഷിജു ഖാൻ വലിയ വീമ്പൊക്കെ പറഞ്ഞ് പിള്ളേരെ കൈയടിയൊക്കെ വാങ്ങിക്കാം. പക്ഷേ ഷിജു ഖാൻ എന്നുള്ള യുവജന സംഘടനയ്ക്ക് അത്ര ആത്മാർത്ഥമുണ്ടെങ്കിൽ ഷിജു ഖാൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം DYFIയിലുള്ള മേയർ ഭരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ 5 ലക്ഷം പേരെ എടുത്ത് ക്ലീൻ ചെയ്താൽ പോലും. ഷിജു ഖാൻ ആദ്യം ചെയ്ത മാതൃക എന്താണ് ചെയ്യേണ്ടത്? ആ 5 ലക്ഷം പേരെ ഇറക്കി ചെയ്യണം. അല്ലാത്ത പക്ഷം ഷിജു ഖാൻ ഈ വിപ്ലവത്തിന് പോലെ ഇന്ത്യൻ റെയിൽവേക്കകത്ത് പോയിട്ട് അങ്ങോട്ട് പോയത് KSRTC വെച്ച് മേയർ തടുത്തതുപോലെ എന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ നീളം ഷിജു ഖാൻ അറിയാം. ഇന്ത്യൻ റെയിൽവേയുടെ നീളം ഷിജു ഖാൻ അറിഞ്ഞു. അതിനകത്ത് 117 മീറ്ററിനകത്ത് വരുന്ന സ്ഥലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് കൊണ്ട് കോർപ്പറേഷനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഇറിഗേഷൻ വകുപ്പിനോ വാട്ടർ അതോറിറ്റിക്കോ ഇതിനകത്തൊരു പങ്കുമില്ലെന്ന് പറഞ്ഞാൽ 2013, 2023, 2024, 2022-23 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 6300 കോടി രൂപയാണ് കൊടുക്കുക. 630 കോടി രൂപയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. 2022 തിരുവനന്തപുരം നഗരസഭ അസസ്മെന്റ് നടത്തും. ആ അസസ്മെന്റ് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള എയ്ഡ് എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയാണ്. അതുകൂടാതെ ഇതിനു വേണ്ടിയിട്ട് അമൃത് പദ്ധതിയിൽ വരാം 1000 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 2017 മുതൽ 2023 വരെ 24 ഈ വർഷം വരെ സംസ്ഥാന ഗവൺമെന്റ് 43 കോടി രൂപ കൊടുത്തു ഓരോ വർഷവും. അതിൽ കഴിഞ്ഞ 2022-23 മാത്രമാണ് 70 ലക്ഷമായിരുന്നത്. ബാക്കി എല്ലാം കോടികളാണ് കൊടുത്തത്. 2024 കൊടുത്തത് 8.16 കോടി രൂപയാണ്. അതിൽ ചെലവഴിച്ചത് വെറും 2.16 കോടി രൂപ. അപ്പം അതിൽ ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകം മഞ്ചൂർ, പാറ്റൂർ തുടങ്ങി
തിരുവനന്തപുരത്തിന്റെ ചില മേഖലകളിൽ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഗതി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 24 കോടി രൂപ കൊടുത്തു. നമ്മൾ ഇതുവഴി പോകുന്ന ആൾക്കാരാണ് എന്ത് സംഭവിച്ചത്. അപ്പോൾ കോടികൾ എവിടെ പോയി എന്നുള്ളതിൻ്റെ അന്വേഷണം ആണ് ആദ്യം വരേണ്ടത്. ഇതെല്ലാം വൃത്തിയാക്കേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ ഓട ക്ലിയർ ചെയ്യണം. തിരുവനന്തപുരത്തിൻ്റെ ആമയിഴഞ്ചാൻ തോട്, കരമനയാറ്, കിള്ളിയാറ് ജലസ്രോതസ്സുകളെ നല്ല വണ്ണം പരിപാലിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഈ തുകകൾ കൊടുത്തത്. പക്ഷേ പരിപാലിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കട്ടെ, ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം ഈ നഗരസഭയിലുണ്ടോ? കേരളത്തിലില്ലെന്ന് നമുക്കറിയാം. ഈ നഗരസഭയിലുണ്ടോ? എവിടെയാണുള്ളത്? അറവശാലകളിൽ ഇവിടെ ഇറങ്ങിയ സ്കൂബ ടീം പറഞ്ഞെന്തിനാണ് ഈ തലസ്ഥാന നിലയിലെ മുഴുവൻ മാലിന്യമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ആ റെയിൽവേയിൽ എന്തിന് ഇറച്ചി വിട്ടുണ്ടോ? ഇവിടെ ലൈസൻസിങ് ഉണ്ടോ? തിരുവനന്തപുരം നഗരസഭയിൽ അറവ് മാടുകൾ വെട്ടുന്നത് ആർക്ക് വേണോ തോന്നി വരെ കൊണ്ടിടാം, എവിടെ വേണോ കൊണ്ടിടാം. ഇനി തിരുവനന്തപുരത്ത് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ? വിളപ്പിശാലയെ കൊണ്ടിട്ടിട്ട് മറ്റൊരു ഇതായിരുന്നു അത് ബ്രഹ്മപുരമായിരുന്നു. ആ ബ്രഹ്മപുരം ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ബ്രഹ്മപുരം ശരിക്കും വിളപ്പിശാല. ആ വിളപ്പിശാലയിൽ നിന്ന് ഈ പാർട്ടിയോ ഈ ഗവൺമെന്റോ പാഠം പഠിക്കാത്തതുകൊണ്ടാണ് ബ്രഹ്മപുരം വന്നത്. ബ്രഹ്മപുരം ഭയങ്കര നേട്ടമായിട്ട് ഇപ്പൊ പറയുമ്പോൾ ഹൈക്കോടതി ഇടപെട്ടതാണ്. ഹൈക്കോടതി ഇല്ലായിരുന്നെങ്കിൽ ബ്രഹ്മപുരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും നമുക്കെല്ലാം അറിയാം. അതുപോലെയാണ് ഇന്ന് അമിക്കസ് കുറി വന്നിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള കാര്യം ഹൈക്കോടതി പറയുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ ആധിപത്യത്തോടുകൂടി ഇവരെല്ലാം പറയണം. കാരണം വസ്തുനിഷ്ഠമായിട്ട് അമിക്കസ് കുറി കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച ജോയി നമ്മൾ റെയിൽവേ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുന്നത് കണ്ട് ആ 2 സൈഡും 13 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആ സാധനം അവിടെ നിന്ന് വലിച്ചെറിയുന്നില്ല എന്ന് റെയിൽവേ പറയുന്നുണ്ട്. അത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. പോട്ടെ. പക്ഷെ ഒഴുക്കുണ്ട് വെള്ളത്തിന് ഒഴുക്കുണ്ടാകുന്ന സമയത്ത് അവിടെ ആ മലിന പദാർത്ഥങ്ങൾ ഊരാനാണ് നിന്നത്. മേയർ 2-ാം മണിക്കൂറിൽ പറഞ്ഞു റെയിൽവേ ആണ് ഈ അപകടത്തിന് കാരണം. 1, 2, 3 ദിവസം എവിടെയാണ് തപ്പൽ നടന്നത്? 1, 2, 3 ദിവസം തപ്പൽ നടന്നത് ഈ ടണലിൽ മാത്രമാണ്. 2ാമത്തെ ദിവസം വാട്ടർ ഫ്ലോ അടിച്ചു. വാട്ടർ വളരെ ഹൈ ഇതിൽ വാട്ടർ പമ്പിങ് അതിനകത്തുനിന്ന് അടിച്ചു. എന്നിട്ട് പോലും തൊട്ടപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ അതിനകത്ത് നീരൊഴുക്കുള്ളത് കൊണ്ടല്ലേ ഈ ബോഡി അപ്പുറത്ത് പോയത്. 200 മീറ്ററിനകത്ത് മാത്രമാണ് തിരച്ചിൽ നടത്തിയിട്ടുള്ളത്. അതെ. എന്നിട്ട് പറയുന്നത് എന്താണ്? റെയിൽവേയാണ് കുറ്റക്കാരന്. ബോധപൂർവം ഒരു രാഷ്ട്രീയമായിട്ട് സ്വന്തം പാകപ്പഴ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പദ്ധതി എടുത്തത്. ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് റെയിൽവേയിലേക്ക് മാർച്ച് നടത്തുന്നു. പിന്നെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ്. 10 അല്ല 30 ലക്ഷമാണ് കൊടുക്കേണ്ടത്. റെയിൽവേ പറഞ്ഞിട്ടുണ്ട് ഈ പണിക്കാരൻ മരിച്ചുപോയിട്ടുള്ള പാവപ്പെട്ട കുടുംബത്തിലെ ജോയി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളിയാണ്. അവർക്ക് വാട്ടർ അതോറിറ്റിയുടെ ഏജൻസിക്കാണ് റെയിൽവേ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് 2 സർക്കാരുകൾക്ക് തിരുവനന്തപുരം ഇങ്ങനെ ആയതിൽ 2 സർക്കാരുകൾ കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനും UDF-നും അതോടൊപ്പം തന്നെ തുടർച്ചയായി ഈ നഗരം ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള നഗരസഭയ്ക്കും ഈ തിരുവനന്തപുരത്ത് ഈ അഴുക്കുചാലും ഈ സാധനത്തിന് എല്ലാത്തിനും ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരാൾ ഭരിച്ചു, അവർ കാണിച്ചു. അപ്പൊ തെറ്റുണ്ടെന്ന് അടുത്ത ഗവൺമെന്റ് അറിയാം. അവരെന്ത് ചെയ്തു? ഇവിടെ ഒരു MP ഉണ്ടല്ലോ, ബാഴ്സലോണ സിറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞ MP ആണല്ലോ. ഇവിടെ എന്തെങ്കിലും ഓഗി വന്നു, സുനാമി വന്നു, പ്രളയം വന്നു, ജോയി മരിച്ചു, എവിടെയെങ്കിലും ഒരു പരാമർശം കാണാനുണ്ടോ? ഉണ്ടോ? അപ്പം അവർക്കൊന്നും ഇതിന്റെ പണിയില്ല. പിന്നെ എന്ത് ചെയ്താലും ജയിച്ചു പോകുന്നുള്ളൊരു അഹങ്കാരം ഉള്ളതുകൊണ്ട് അത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട MP നിന്ന് എന്ത് നേടാൻ പറ്റി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ആ MP പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ച്. വെറും നമ്മളിപ്പോൾ ലാഘവത്തോട് പറഞ്ഞ് ഞങ്ങൾ കത്തെഴുതി, മേയർ പറയണേ ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുമ്പോൾ റെയിൽവേയും കോർപ്പറേഷനുമായിട്ട് പ്രണയം നടത്തുകയാണ്. കത്ത് എന്നാ എഴുതി? 5-ാം മാസമാണ് കത്തെഴുതിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള തോടുകൾ വൃത്തിയാക്കണം. ആ ഒക്ടോബറിൽ വന്നപ്പോൾ ഇവിടുത്തെ പ്രദേശത്ത്, അതായത് സിറ്റിക്കകത്ത് മാത്രം നിന്ന വെള്ളക്കെട്ടെന്ന് പറയുന്നത് ഏതാണ്ട് ഉള്ളൂർ, പട്ടം അതുപോലെയുള്ള മേഖല, ഗൗരീശപട്ടം, ഒരിക്കലും വെള്ളം കയറാത്ത ഗൗരീശപട്ടം മേഖലയുള്ള ഒരു അമ്പലമുക്ക് പേരൂർക്കട ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചു ഇത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് 5-ാം മാസം ഈ മഴ തുടങ്ങി പ്രശ്നമായപ്പോഴാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. എങ്കിൽ അവിടെ പോയി അവരെ കാണാൻ കത്തെഴുതുന്ന സമയത്ത് DRMന്റെ ഓഫീസിരിക്കുന്ന തിരുവനന്തപുരത്തല്ലേ, നഗരസഭാ പരിധിയിലല്ലേ, തൈക്കാട് വാർഡിലല്ലേ? എന്തുകൊണ്ട് അവിടെ പോയി സംസാരിക്കാൻ തയ്യാറായില്ല? കത്തെഴുതിയത്. അപ്പൊ അത്രത്തോളം ലാഘവത്തോടെയാണ് ഇത് എടുത്തു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഭരിച്ചിട്ടുള്ള ഭരണകർത്താക്കളും നഗരസഭയും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം,
2016, 2021 ഇറിഗേഷൻ 2 പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. പഠിച്ച് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിലൂടെ വരുന്ന ആ ടണൽ വലതുവശം മാറി പഴവങ്ങാടിയിൽ എത്തിക്കണം. ഇത് ദൂരവ്യാപകമായിട്ടുള്ള ദോഷമുണ്ടാകും. കാരണം അവർ പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ടണലുകളെ ഉപേക്ഷിച്ചിട്ട് പുതിയ അതിന്റെ പരിഷ്കൃത സമൂഹമാണ്. തിരുവനന്തപുരത്ത് നഗരത്തിൽ മാത്രം 10 ലക്ഷത്തിലധികം ആൾക്കാർ അധിവസിക്കുന്നു. ഇത് രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സാധനമാണിത്. അതിനെ മാറ്റം വരുത്താൻ പരിഷ്കൃത സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നല്ലേ. എവിടെയെങ്കിലും ടണൽ പൊട്ടി വീണു, എന്ത് ചെയ്യവര്? അപ്പൊ ഈ കാലഘട്ടം മാറിയ അനുസരിച്ചിട്ട് അതിന് ആനുപാതികമായിട്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെ ഓട കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത ഉണ്ട് സർക്കാർ. 2 എന്ന് പറഞ്ഞാൽ ആമേഴഞ്ചാന്തോണ്ട വീതി ഇപ്പൊ എത്രയായി? 12 കിലോമീറ്റർ മുതൽ നീളമല്ല ഞാൻ പറഞ്ഞു, വീതി കംപ്ലീറ്റ് കയ്യേറ്റമില്ലേ, ഒഴിപ്പിക്കാൻ തയ്യാറാവും. ഓടകൾ മുഴുവൻ കൈയേറിയിട്ടുണ്ട്. ഓടകൾ പൂർണ്ണമായിട്ട് കൈയേറിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ, ഹോട്ടലുകൾ എല്ലാത്തിൽ നിന്നും വരുന്ന മാലിന്യം അതിനകത്താ വീഴ്ത്തുന്ന. തടയാൻ തയ്യാറുണ്ടോ? തടയൂ. അപ്പം ഇവരൊക്കെ വളം വെച്ചു കൊടുത്താരാ? ഇതിനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുത്താരാ? നഗരസഭയല്ലേ. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിലൊരു യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞാൽ, ഇന്നലെ മെനിങ്ങാന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ MP രാജേഷ് പറഞ്ഞെന്താണ്? ഞങ്ങൾ 1 വർഷം കൊണ്ട് ഞങ്ങൾ കാര്യം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ 1 വർഷം കൊണ്ട് ഞങ്ങൾ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിൽ തന്നെ കഴിഞ്ഞ 4 വർഷം ഇരുന്ന ഇന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ME ഗോവിന്ദനായിരുന്നു ഈ വകുപ്പ് നടത്തിയിരുന്നത്. അപ്പൊ ME ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നും ചെയ്തെന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ 1 വർഷം കൊണ്ടാണ് തുടങ്ങിയെന്ന് അദ്ദേഹം പറയുമ്പോൾ തൊട്ട് മുന്നിൽ വരുന്ന ആൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ തലസ്ഥാന നഗരി സമ്പൂർണമായിട്ടും പരാജയപ്പെട്ടതിന്റെ കാരണം ഈ നഗരസഭ ഒന്നാം പ്രതിയാണ്. ഇപ്പൊ അമൃതകരം പദ്ധതി ആദ്യത്തെ ഘട്ടത്തിൽ 17.8 കോടിയാണ് കൊടുത്തത്. 17 ഒന്നാം ഫേസ് 2 കൊടുത്തു, 3 കൊടുത്തു. സ്മാർട്ട് സിറ്റി ഏതാണ്ട് 1000 കോടിയായി. റോഡിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത് 8, 9 ഘട്ടമായപ്പം 19 വാർഡിലാണ് നിൽക്കുന്ന സ്മാർട്ട് സിറ്റി. അതും പൂർത്തീകരിച്ചിട്ടില്ല. റോഡിൽ ജനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു വർഷത്തിൽ, ഒരു ദിവസത്തിൽ 2 ലക്ഷം പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കാശി എന്ന് പറയുന്നത്. കാശി എന്ന് പറയുന്ന സ്ഥലത്ത് 2 ലക്ഷം പേരാണ് പ്രതിദിനം. ഉത്സവ സീസണുകളിൽ 6 ലക്ഷം പേര് വന്നു പോകും. അവിടെ ഒരു മാലിന്യം കാണാൻ. ഈ നഗരസഭയിൽ നിന്ന് എല്ലാ വർഷവും വിദേശത്ത് പഠനം നടത്താൻ പോലും മാലിന്യ സംസ്കരണത്തെ കുറിച്ച് എല്ലാ സ്റ്റേറ്റിലും പോയില്ലേ, ഇത്ര കോടി കളഞ്ഞു. ഉറവിടത്തിൽ സംസ്കരണം കൊണ്ടുവന്നു. എന്ത് നടത്തുന്നു ഉറവിടത്തിൽ? ഇനി ഈ വേസ്റ്റ് എവിടെയാണ് കൊണ്ടുപോകുന്നത്? നഗരസഭ പറയണ്ടേ? വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുപോകുന്നത് എവിടെയാണ്? അതിന് ഉത്തരം തരാൻ പറ്റും. ഇവിടെ രാജാജിനാറിന് താഴെയുള്ള ഓടയ്ക്കകത്താണ് വിത്തിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയിലോട്ട് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്ന വ്യാജേന പല ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്തും ഈ ചവറിടുകയാണ്. ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോവുകയാണ്. അപ്പൊ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇതാണ്. കാരണം ഇതെല്ലാം കോൺട്രാക്ട് പിടിച്ചിരുന്നത് CPM-കാരാണ്. അതാണ് ഇതിനെല്ലാം കാരണമായിട്ട് പറയുന്നത്. അതെ, അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് എല്ലാം അവനാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയാണ്. ശ്രീകുമാർ, അദ്ദേഹം ചോദിച്ച പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മുടെ തലസ്ഥാനത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ഒരു MP ഉണ്ട്, ശശി തരൂർ. അദ്ദേഹം 3 തവണ വിജയിച്ചു. 4ാം തവണ ഇപ്പോൾ MP ആയി തന്നെ അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രസക്തമായ പല സംഭവങ്ങളുണ്ടാകുന്നു, പല വിഷയങ്ങളുണ്ടാകുന്നു. ഈ അടുത്ത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം UDF-നെ സംബന്ധിച്ച് അഭിമാന പദ്ധതിയായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, അതിന്റെ നേതൃത്വത്തെ ചൊല്ലി പോലും വലിയ വഴക്കുണ്ടായതാണ്. ആ പരിപാടിയിൽ നിന്നും, അഭിമാനകരമായ പരിപാടിയിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നു. ഇതുപോലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു. അതിൽ ഇതുവരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കണ്ടില്ല. എന്തെങ്കിലും പ്രതികരണം നടത്തിയെന്ന് താങ്കൾ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു MP ആയി ശശി തരൂർ മാറുമില്ലേ? BJP കഴിഞ്ഞ 10-20 വർഷമായി ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയല്ലേ. 15 വർഷം പൂർത്തിയാക്കി വീണ്ടും 20 വർഷം പ്രവർത്തിക്കാനുള്ള അനുവാദം ജനം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള മഹാനായ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യാമെന്നൊക്കെ കരുതി BJP-ക്കാർ പലതും പറയും. ഞാൻ അതിനെയൊന്നും വലിയ ഗൗരവമല്ല. അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ അഗാധമായ ദുഃഖത്തിൽ കഴിയുന്ന BJP-ക്കാർ കരഞ്ഞ് അവന്റെ വിഷമം കാര്യം പറയാം. ഇന്നലെയുമായിട്ട് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും വയനാട്ടിൽ സംസ്ഥാന ക്യാമ്പ് നടക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ചർച്ച കഴിയുന്ന സമയത്തോടുകൂടി ഇവിടെ തന്നെ നേതാക്കളെത്തും. അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. MP ചെയ്യേണ്ട ചുമതല അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൊടിക്കുന്ന് സുരേഷ് MP റെയിൽവേയുടെ ബോർഡ് മെമ്പറാണ്.
അദ്ദേഹം അടിയന്തരമായിട്ട് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി ജോയിയുടെ കുടുംബത്തിന് സഹായം നൽകണം എന്നുള്ള അത് അദ്ദേഹത്തെ ഒരു MP എന്ന നിലയ്ക്കും അദ്ദേഹം റെയിൽവേയുടെ മെമ്പറായിരുന്ന ആളും എന്ന നിലയ്ക്ക് അദ്ദേഹം അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇടപെടുന്നില്ല എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ ഒരു പ്രശ്നം ഒരു പക്ഷേ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അനന്ത എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ. 1-ാം ഘട്ടം പൂർത്തീകരിച്ചു, 2-3 ഘട്ടം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടുകയായിരുന്നു. പക്ഷേ LDF സർക്കാരാകട്ടെ അത് പിന്തുടരാൻ തയ്യാറായില്ല. അത് അവസാനിപ്പിച്ചു എന്ന രീതി കഴിഞ്ഞ വർഷം മന്ത്രി ശിവൻകുട്ടി പറയുകയും ചെയ്തു. പകരം ഒരു പദ്ധതി ഇതുവരെ എത്തിയിട്ടുമില്ല. അപ്പോൾ ഞാൻ പറയാമെന്നൊരു കാര്യം, അങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അത് റെയിൽവേയുമായി സഹകരിച്ച് ചെയ്യണമെങ്കിൽ ഒരു മേയർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് മേയറുടെ അധികാര പരിധി വെച്ച് അവർ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ആ മണ്ഡലത്തിലെ MP ആയിരിക്കണം. അപ്പോൾ ഇവർ രണ്ടും ഇടപെടാതെ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ മുഖേന ഇടപെടാതെ അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും തലസ്ഥാനത്തിന്റെ വികസന പദ്ധതിക്ക് വേണ്ടി എപ്പോഴും എല്ലാവിധ അദ്ദേഹത്തിന് ഈ MP എന്ന നിലയ്ക്കുള്ള അധികാരവും അവകാശങ്ങളും മാത്രമല്ല, അദ്ദേഹം വ്യക്തിപരമായുള്ള എല്ലാ സ്വാധീനങ്ങളും അദ്ദേഹം എല്ലാ കാലത്തും ഉപയോഗിക്കാൻ തയ്യാറായി വരുമ്പോഴൊക്കെ തന്നെ ഈ നഗരസഭ അതിന് തയ്യാറായിട്ടില്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കഴിയാത്തതാണെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യണ്ടേ? ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് അല്ലേ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു മീറ്റിംഗ് വിളിക്കാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഒരു മീറ്റിംഗ് വിളിക്കാമല്ലോ. അത്തരത്തിലൊരു മീറ്റിംഗ് പോലും വിളിക്കുവാനോ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ നാളിതുവരെ തയ്യാറായില്ല. ഈ മാലിന്യം മഴക്കാലത്ത് ഓടകൾ നിറഞ്ഞ് ഒഴുകുമ്പോൾ മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് ഒരാൾ ഒഴുക്കിപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 7-8 വർഷം മുമ്പ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് കഴിയുമ്പോൾ ഈ വിഷയം വിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോവുക, ഇതാണ് കാലാകാലങ്ങൾ നടന്നു വരുന്നത്. ശാശ്വതമായ ഒരു പരിഹാരത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇതിനകത്ത് നോക്കാതെ തന്നെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഒരു ടേബിളിന് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ശാശ്വതമായ പരിഹാരത്തിന് ഒരു ഗവൺമെൻറ് തയ്യാറാവണം. ഗവൺമെൻറ് അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കണം. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളെ വിളിച്ചിരുത്തി റെയിൽവേ ഉൾപ്പെടെ ഉള്ളവരെ വിളിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അവരുടെ സഹായം തേടാമല്ലോ. അപ്പോൾ അവരാരും രാജ്യത്തിന് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എതിരെ നിൽക്കുന്നവരല്ലല്ലോ. ഇവിടുന്ന് ജയിച്ചു പോയ പ്രതികളാരും അങ്ങനെ മന്ത്രിമാരാകുന്നവരാരും അതിനൊന്നും ഈ ഗവൺമെൻറ് തയ്യാറല്ല. ഈ ഗവൺമെൻറ് അറിയാമല്ലോ, ധിക്കാരവും ധാർഷ്ട്യവും. അത് മേയറായാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഈ അവലോകന യോഗം നടന്നല്ലോ. ആ അവലോകന യോഗം നടന്നതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചപ്പോൾ എന്താണ് അതിനകത്ത് CPM-ന്റെ നേതാക്കൾ തന്നെ, തിരുവനന്തപുരം നേതാക്കൾ പറയുന്നു, ഈ മേയർ എന്ന് പറയുന്നത് ഈ നഗരസഭയുടെ ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കും എന്ന് CPM-ആണ് പറഞ്ഞത്, ഞങ്ങളാരുമല്ല. ഈ മേയറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനം മുഴുവൻ എതിരായി കഴിഞ്ഞു. ജനങ്ങൾക്ക് വന്ന് അവരെ ആവശ്യങ്ങൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനമല്ല ഈ നഗരഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേയർ ചെയ്യുന്ന പണി നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കാറിൽ മേയറും ഭർത്താവും കൂടെ പോകുമ്പോൾ ചെറിയ കാറിൽ ഇരുന്നുകൊണ്ട് മുകളിലത്തെ ഡ്രൈവർ കാണിക്കുന്ന ആംഗ്യം വരെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റോഡെ ഒരു വാഹനത്തിന് അവരെ മുന്നിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അത് ബസ്സായാലും ശരി വേറെ ഏതെങ്കിലും വാഹനമായാലും ശരി, അവർ പോകുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ നേരെ വണ്ടി കൊണ്ടിട്ട് ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും അടിക്കുകയും ചെയ്യുന്ന ഒരു മേയറാണ്. അപ്പോൾ ഈ ഇത്തരം മേയറിൻ്റെ നിന്നൊക്കെ എന്താണ് കിട്ടുന്നത്? എന്ത് ന്യായം കിട്ടുന്നത്? അഹങ്കാരം. കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു ഉന്നതമായ പദവിയിൽ എത്താൻ കഴിഞ്ഞു. ഞങ്ങളൊക്കെ 10-40 വർഷം ഇങ്ങനെ ആയിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ടേൺ കൗൺസിലർ മാത്രമേ ആവാൻ പറ്റുന്നുള്ളൂ. ഇത് ഒന്നും അറിയാതെ 21 വയസ്സ് കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മേയറാവുകയാണ്. 21 ആയില്ലെങ്കിൽ അതും ആവില്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഒരു ടേൺ കൗൺസിലർ ആകുമ്പോൾ ഏകദേശം 2 വർഷം എടുക്കും. ഇതൊന്നും പഠിച്ച് പ്രവർത്തനത്തിലോട്ട് ഇറങ്ങാൻ 2 വർഷം എടുക്കും. അപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ച് അവർക്കൊരു കളിപ്പാവേ ആവശ്യമുണ്ട്. അവർ റിമോട്ട് കൺട്രോളിൽ ഭരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരാളിനെ വേണം. അപ്പോൾ അത്തരത്തിലൊരാളിനെ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അഴിമതിയാണ്. കാര്യം ചോദ്യം ചെയ്യപ്പെടാൻ പ്രാപ്തിയുള്ള ആളല്ല. അത് ഈ ഭരണാധികാരി ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് CPM പറയുന്നത് കേൾക്കും, CPM ലിസ്റ്റ് തരുന്നത് ചെയ്യും. CPM ലിസ്റ്റ് തന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് തരണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കും. ഇതൊക്കെയാണ്. അത് ഈ മേയർ മാത്രമല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അന്നുണ്ടായിരുന്ന ചെയർമാൻ മെഡിക്കൽ കോളേജിലെ സ്ഥാപനത്തിൽ നിന്ന് ലിസ്റ്റ് ആവശ്യപ്പെട്ടു, അതിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് വലിയ
സാമ്പത്തിക നേട്ടത്തിന് സാമ്പത്തികം ഉണ്ടാക്കാം. ഈ വിൽപ്പന ചരക്കാണ്. കാര്യം ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി ജോലിയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, PSCയുടെ മെമ്പർ സ്ഥാനവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടുള്ള മരുമോനും ഇതെല്ലാവരും കൂടെ ചേർന്നൊരു മാഫിയ സംഘമാക്കി ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായ അതിൻ്റെ ദുരന്തങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങളും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ട് വരികയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും മോശപ്പെട്ടതെന്ന് അവരെ പാർട്ടി പറഞ്ഞിട്ട് പോലും ആ മേയറെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ? കഴിവില്ലെങ്കിൽ, യോഗ്യതയില്ലെങ്കിൽ, അവർ പാർട്ടിക്കും ജനത്തിനും ബാധ്യതയാണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും അവരെ തന്നെ തുടരാൻ അനുവദിക്കുകയാണ്. പിന്നെ വേറൊരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് പത്രങ്ങളിൽ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ ഏതോ ഒരു വ്യവസായി കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യവസായി അമിത്ഷായുടെ മകൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് അമ്പലങ്ങളിൽ തൊഴിലിക്കാൻ കൊണ്ടുപോകുന്നതും അവരാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലായി. അമിത്ഷായുടെ മോന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, പിണറായി വിജയൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം, ഇനി ഈ മേയറും എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. ഒരേ ആൾക്കാരാണ്. ഈ ഒരു ദല്ലാൽ ഭരണമാണ് ഇവർ നടത്തുന്നത്. നമുക്കറിയാമല്ലോ, LDF കൺവീനറിൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ വെറുതെ വന്നപ്പോൾ ഒന്ന് കയറി പോയത് നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള പ്രകാശ് ജാവ്ദേക്കർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം, ഇവരെന്നുള്ള ഐക്യം എന്ന് പറയുന്നത് ജനങ്ങളെ വിട്ടിയാക്കുന്ന തരത്തിലാണ്. ഇവർ തമ്മിൽ എല്ലാ തരത്തിലുമുള്ള ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ഇവർ വോട്ട് മറിച്ച് അങ്ങോട്ട് കൊടുക്കും, തിരിച്ചിങ്ങ് BJP അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കോളും. ഇതെല്ലാം ചെയ്തിട്ട് പ്രതിപക്ഷം ഞങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒന്നാണ് ഈ രണ്ടുപേരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാരം, കേന്ദ്രത്തിലെ സംസ്ഥാനത്തിലെ അധികാരം എങ്ങനെയും ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലാവ്ലിൻ കേസ് അറിയാമല്ലോ. ഈ ഗവൺമെൻറ് പോകുന്നത് വരെ CBIയുടെ ഭാഗത്തു നിന്നും ഈ മുഖ്യമന്ത്രിക്കെതിരെ ലാവ്ലിൻ കേസിൽ ഒരു നടപടി ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഐക്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഈ സംസ്ഥാനത്തും ഈ നഗരസഭയിലും ഒരു ഭരണമാറ്റം, അത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ പാർട്ടികൾ എന്ന് കടന്നു വരുമ്പോൾ അപ്പോഴേ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും. അത്രയാണ് ഇതിനകത്ത്. ശ്രീരാജു ഈ പറഞ്ഞതുപോലെ CPM-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളാണോ? CPM-ഉം BJP ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് കോൺഗ്രസ് പറയുന്നതിന് ഒരു വശമുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. ശശി തരൂർ MP വിഴിഞ്ഞം പരിപാടിക്ക് പോകത്തിന് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം, നിലപാട് പറയും. ഞാൻ കേൾക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് വരെ തിരുവനന്തപുരം നഗരസഭയുടെ അവസ്ഥ എന്തായിരുന്നു? തിരുവനന്തപുരം നഗരസഭ അവിടുത്തെ ഈ പറയുന്ന അഴിമതികളെല്ലാം ആരാണ് കൊണ്ടുവന്നത്? കഴിഞ്ഞ 2 ടേൺ കൊണ്ട് BJP പ്രതിപക്ഷത്ത് വന്നപ്പോഴേ നഗരസഭയുടെ എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവന്നത് BJP ആണ്. എല്ലാ സമരവും നടത്തിയത് BJP ആണ്. ഇവർ BJP നടത്തിക്കൊണ്ട് ഞങ്ങൾ ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനകത്ത് സമരം നടത്തി വിജയിച്ചവരാണ്. നഗരസഭയ്ക്കകത്ത് ആ നഗരസഭാ സമ്മേളനം കൂടാൻ സമ്മതിക്കാതെ അതിനകത്ത് ഞങ്ങളുടെ കൗൺസിലർമാർ എത്ര ദിവസമാണ് ഇരുന്നതെന്ന് അറിയാമോ? ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എത്ര പേര് ആശുപത്രിയിലായി. എത്ര വലിയ സഹന സമരം ഈ തലസ്ഥാന നഗരം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തു. അവിടെ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? എല്ലാ സ്ഥലവും നോക്കൂ. നിയമസഭയ്ക്കകത്ത് ഈ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരു വാർഡിന്റെ പേരിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് എടുത്താൽ 100 കോർപ്പറേഷൻ വാർഡും പൊളിച്ചെഴുത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവന്നു. കോൺഗ്രസ് എന്ത് ചെയ്തു? വെളിയിലിറങ്ങിപ്പോയി, സഹായിച്ചു കൊടുക്കുകയല്ലേ ചെയ്തു. കോൺഗ്രസിന് കിട്ടില്ല, അവർക്കും കിട്ടട്ടെന്ന് പറയും. തിരുവനന്തപുരത്തെ നേമത്ത് ഈ K മുരളീധരനെ കൊണ്ട് ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? BJP പരാജയപ്പെടുത്താനുള്ള ഒറ്റമുദ്ര. തൃശ്ശൂർ പെട്ടുപോയില്ലേ? എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് നടന്നപ്പോഴും പെട്ടുപോയില്ലേ? തൃശ്ശൂർ ആരൊക്കെ തമ്മിലായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്? ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് തൃശ്ശൂർ നടത്തി. മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയില്ലേ? കച്ചവടം പുറത്തൊന്നുമില്ല. ഇങ്ങനെ എടുത്താൽ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ്. കോൺഗ്രസും CPM-ന്റെ നേതാക്കളും തമ്മിലുള്ള അന്തർധാര. ചെന്നിത്തലയെ മാറ്റി സതീശനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? നിയമസഭയ്ക്കകത്ത് ശക്തി പോരാ. രമേശ് ചെന്നിത്തല ശക്തി പോരാത്തതുകൊണ്ട് ശക്തി എവിടെ ചോർന്നു? രമേശ് ചെന്നിത്തല ശക്തി ഇപ്പോഴും പറയാലോ. അതിനകത്ത് ചുമ്മാ പ്രസംഗം നടത്തിയിട്ട് പുറത്തെന്തിനാണ്? ഇത് ഒരു പൊറോട്ട നാടകമല്ലേ? ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നു, അത് പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഇതിവിടെ കോൺഗ്രസും ഇവരും തമ്മിൽ CPM-ഉം തമ്മിൽ ഒരു വളരെ അന്തധാരയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമാക്കാം. പാലക്കാട്, അതുപോലെ തന്നെ സിദ്ദിഖ് ജയിച്ച സ്ഥലങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമായി BJP വന്നു കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ള ഒരു തത്വത്തിലാണ് പോകുന്നത്. അതാണ് ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗത്ത് ഓപ്പറേഷൻ അനന്തര അവസാനം എന്തുകൊണ്ടാണ് പൂട്ടി? ആരെ സംരക്ഷിക്കാൻ വേണ്ടി? കോൺഗ്രസിന്റെ നേതാവിന് വേണ്ടിയിട്ടല്ലേ? കോൺഗ്രസിന്റെ നേതാവിന് വേണ്ടിയിട്ടല്ലേ ഓപ്പറേഷൻ അനന്ത പൂട്ടി വെച്ചത്?
നമുക്കെല്ലാം അറിയാം, അതിലോട്ട് ഞാൻ കൂടുതൽ ചർച്ചയ്ക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെയും അത് പൊളിച്ചെഴുതിയത് ആരാണ്? കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് പറഞ്ഞത്. ഇപ്പോൾ പല സംവിധാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ ഞാൻ UDF ഭരണകാലഘട്ടത്തിൽ മന്ത്രിമാരുണ്ടായിരുന്നു. ശിവകുമാർ മന്ത്രിയായിരുന്നു, 3 മന്ത്രിമാർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്ത് മാറ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു? എന്ത് മാറ്റം തിരുവനന്തപുരത്തിന് കൊണ്ടുവന്നു? ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല. തലസ്ഥാന നഗരിയെ പരിപൂർണമായിട്ടും നിങ്ങൾ ബാംഗ്ലൂർ സിറ്റി പോയി നോക്കണം, ചെന്നൈ സിറ്റി പോയി നോക്കണം, ഓരോ സ്റ്റേറ്റ് ക്യാപിറ്റൽ പോയി നോക്കണം. സിറ്റികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെക്കാളും ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സിറ്റികളാണ് മറ്റുള്ളതല്ല. അവിടെയൊക്കെ ഞാൻ ഈ വിഷയങ്ങൾ പഠിക്കേണ്ട ആവശ്യമായിട്ട് ഞാൻ UP സർക്കാരിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അവിടെ പോയി. ലക്നൗ, അതുപോലെ വാരണാസി, കാശിയൊക്കെ പോയി. ഞാനവിടെ പോയി അന്തം വിട്ടുപോയി. കാരണം എന്താ വെച്ചാൽ കമാൻഡ് സിസ്റ്റം ഉണ്ട്. കമാൻഡ് സിസ്റ്റം എല്ലാ CCTV ഇതേപോലത്തെ വലിയ റൂമിനകത്തിരുന്നുണ്ട്. ഒരു നഗരം മൊത്തം അവിടെ കാണുകയാണ്. ഒരു നഗരം മൊത്തം ഒരൊറ്റ വിൻഡോയിൽ കാണുകയാണ്. മനസ്സിലായില്ലേ? അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് മാറി ഷെഡിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കമാൻഡ് കൊടുക്കുകയാണ്, വിജിലന്റ് ആവുന്ന കമാൻഡ് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ 100 കോർപ്പറേഷൻ വാർഡിൽ എന്ത് നടന്നാലും ആ സ്പോട്ടിൽ അറിയുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല. 2017 തീർക്കേണ്ട പദ്ധതി 2020 22 23 24 ജൂണായി, ഏപ്രിലായി, ജൂണായി, ജൂലൈ ആയി. എവിടെ എത്തി? കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് അമൃത് പദ്ധതിയുടെ പേരിൽ കോർപ്പറേഷനകത്തിരിക്കുന്നു. എന്ത് ഗുണം? ആർക്ക് ഗുണം? ഇവിടെ ഷെയർ കാണും, ഷെയർ മാർക്കറ്റാണ്. വലിയ കച്ചവടം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം അവർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് കച്ചവടമാണ് കോൺഗ്രസും CPM തമ്മിലായിട്ടുള്ള. ഒരു സംശയമില്ലാത്ത കച്ചവടങ്ങളാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറിയ ഭാഗവും നമുക്കറിയാം. വീട് വെച്ച് കൊടുക്കുന്ന ആവാസ് യോജന പദ്ധതി പ്രകാരം ഇപ്പം അതിനകത്ത് വരെ പുതിയ തരത്തിൽ അഴിമതി, വസ്തു വാങ്ങിക്കുന്ന അഴിമതി. ഒരു ശബ്ദം ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം കോൺഗ്രസ് അതിൽ പ്രതിക്കൂട്ടില്ല. നമ്മൾ ഇന്ന് കണ്ടതാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് UDF യുവജന സംഘടനകൾ പോലീസ് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുകയാണ്. യൂത്ത് ലീഗിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പട്ടിയെ പോലെ ഇതാണോ സമരം? റോഡിൽ ജനത്തിന് വേണ്ടി സമരം. ജനത്തിന് വേണ്ടി സമരം നടത്തിയത് ഉടായ്പ സമരം. 2 സമരം നടത്തിയ എന്തൊരു സമരവുമായി നഗരസഭയ്ക്ക് AC റൂമിനകത്തിരുന്ന് സമരം ചെയ്യാണ്. മേയർ ഓഫീസ് ഒരു കോൺഗ്രസ് കാണിക്കുന്നത്, ഒരു കൗൺസിലറെ കാണിക്കുന്നത്. 8 കൗൺസിലർമാരുണ്ടല്ലോ, 8 കൗൺസിലർമാർ. ഒരു കൗൺസിലർ കാണാത്തത് അവിടെ? ഒരു കൗൺസിലർ ഇതിനെതിരെ പ്രതികരിക്കാത്തത്? ഒരു കൗൺസിലർ എവിടെയാണ് പ്രതികരിച്ചത്? 3 ദിവസം കൊണ്ട് പറയാം. 3 ദിവസം പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്താണ് ബോർഡ് കിട്ടിയത്. പരിസരത്ത് വന്നിട്ടില്ല. ഏത് നേതാവുണ്ടായിരുന്നു? ജോയിയുടെ വീട്ടിൽ പോകാൻ ഏത് നേതാവുണ്ടായിരുന്നു? തിരച്ചിൽ നടന്ന സമയത്ത് ഏത് നേതാവുണ്ടായിരുന്നു? ഈ സമരങ്ങൾ എല്ലാവർക്കും നടത്താൻ ജനങ്ങൾ തിരുവനന്തപുരത്തിന്റെ ജനങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കോൺഗ്രസും CPM-നോടൊപ്പമാണ് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ എല്ലാവരും കാണുന്ന മാധ്യമങ്ങളുടെ കമന്റ് പോയിന്റിൽ കമന്റ് വന്നപ്പോ കുറച്ചുപേരെ ഇറക്കി വിട്ട് എന്ന് വെച്ചാൽ പിടിച്ചിരിക്കണ്ടേ? അതായത് മനപ്പൂർവ്വം ഒരു പ്രശ്നം ഞങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ ഒരു കൗൺസിലറെ കാണിച്ച. ഈ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഒരു കൗൺസിലറുടെ പേര് പറയട്ടെ. നിങ്ങളെ വിഷ്വൽസ് ഉണ്ടല്ലോ, ഒരു കൗൺസിലറുടെ പേര് നിങ്ങൾ വിഷ്വൽസ് പറഞ്ഞ ഒരു കൗൺസിലർ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ച പ്രതിപക്ഷ നേതാവ് കൗൺസിലർമാരും ആ വിഷ്വൽ പരിശോധിച്ചാൽ കാണാം. പാർലമെന്ററി പാർട്ടി ലീഡർ പത്മകുമാർ ഉൾപ്പെടെ, മുൻ കൗൺസിലർ ജോസഫ് ഉൾപ്പെടെ, ആക്കുളം വാർഡ് കൗൺസിലർ സുരേഷ് ഉൾപ്പെടെ കൗൺസിലർമാരും ആ സ്ഥലത്തുണ്ട്. അത് ആ രാവിലെ തിരച്ചിൽ നടത്തി അവസാനിക്കുന്ന സമയം വരെയും ഈ കാര്യം അവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്. ഇത് ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഒരു പാവപ്പെട്ട ജീവൻ അതിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വിഷമം കൊണ്ട് അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാനുള്ള രാജീവ് അത്തരം ബാലിശമായ കാര്യങ്ങൾ പറയുന്നത് ജനങ്ങൾ കണ്ടു. എല്ലാ വിഷ്വൽസിലും ഉണ്ടല്ലോ ഒരാള് നഗരസഭയുടെ ഫ്രണ്ടിൽ നിന്ന് ആ മേയറോടൊന്നും പറയാൻ പോലും ഒരാളില്ലല്ലോ. ഒരു സമരം നിർത്താത്ത അവിടെ കൗൺസിലർമാർ എത്ര ദിവസമായല്ലോ. പല സംവിധാനമുണ്ട്. യൂത്ത് ലീഗ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മകളാക്കും. അങ്ങനെ നിരന്തരമായ സമരങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ സമരം നടത്തുമ്പോൾ അതിന്റെ പിറകിൽ വന്നിരിക്കും. കാരണം അതില്ലെങ്കിൽ പെട്ടു. ആ
മേയറെ കുഴപ്പമില്ലേ, ഞങ്ങൾ ഈ ഉപദ്രവിക്കില്ല, നമുക്കറിയാം, ഈ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനല്ല. ഈ നഗരസഭ സമരത്തിന്റെ ശക്തമായിട്ടുള്ള സമരം ഏത് സമരം രണ്ടക്കം കൗൺസിൽ BJPക്ക് ഉണ്ടായിട്ട് ആകെ 10 വർഷം. അതെ, ആ 10 വർഷം കൊണ്ടാണ് ആ 10 വർഷം. അതിന് മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു, ഒരു വെള്ളപ്പള്ളിയിൽ വരില്ലായിരുന്നു. അതിനു മുമ്പ് ഭീഷണിയും അക്രമവും ഒക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി ശിവൻകുട്ടി കൊണ്ടുവരുന്ന സമയത്ത് അതിനെല്ലാ സഹായം ചെയ്തു കൊടുത്ത് ഈ വീട്ടിനകത്ത് ഇരുന്ന മാലിന്യം മൊത്തം റോഡിലാക്കാൻ വേണ്ടി സഹായിച്ചായിരുന്നു. ആരാണ് സഹായിച്ചത്? കോൺഗ്രസ് ആണെന്ന്. ഈ 10 വർഷം കൊണ്ടാണ് നഗരസഭയുടെ അഴിമതി പുറത്തു വരുന്നത്. ഭരണമില്ലായിരുന്നു, പ്രതിപക്ഷമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനൊന്നും ഉത്തരം പറയാൻ പാടില്ല. കാര്യം ആകെ 10 വർഷത്തെ അനുഭവ പരിചയം മാത്രമേ അവർക്കുള്ളൂ. മതി, 10 വർഷത്തെ അനുഭവ പരിചയം വെച്ചിട്ട് 10 കോൺഗ്രസ് 10 സീറ്റിലോട്ട് മാത്രമേ അവർക്കുള്ളൂ. 10 വർഷത്തെ അനുഭവം അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തെ കൊണ്ടുവേണ്ടേ? 50 വാർഡ് ഉണ്ടായിരുന്ന സമയത്ത് 25 ആയിരുന്നു. LDFന് 26-ഉം കോൺഗ്രസിന് 24. ഒരു അന്ന് BJP കൗൺസിലർ LDFന്റെ കൂടെ പോയി അന്ന്. അങ്ങനെയൊക്കെയാണ് LDF ഇവിടെ ഭരണം തുടർന്നത്, ഈ ശിവൻകുട്ടി ഭരണം തുടർന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് രാജീവിനെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. രാജീവ് ഇത്തരം കോൺഗ്രസിനെ 25-ൽ നിന്നും 8-ലോട്ട് ഒതുക്കിയ ഞങ്ങളല്ലല്ലോ, തലസ്ഥാനത്തെ ജനങ്ങളല്ലേ. കോൺഗ്രസ് അത് പഠിക്കുന്നില്ല. ആ രാജ്യത്ത് മൊത്തം അതാണ്. കോൺഗ്രസിനെ ഈ താഴേക്ക് കൊണ്ടുപോകുന്ന 2 അക്കം പോലും തികയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 2 വർഷത്തെ 2019, 14, 24 എടുത്താലും 250 പറഞ്ഞില്ല. നഗരസഭയിൽ UDF 2 അക്കം ഉണ്ട്. രാജീവിന് അത് അറിഞ്ഞുകൂടാത്തതാണ്. UDFന് 2 അക്കമാണ്. CPM-ന്റെ ഒരു വാലായിട്ട് നിൽക്കുമ്പോൾ 2 അക്കം തന്നെയാണ്. അപ്പൊ നിലവില് തിരുവനന്തപുരം നഗരസഭയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് BJPയും കോൺഗ്രസും LDFും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാതെ ഒന്നും തന്നെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഞങ്ങൾ 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തേ. ഞങ്ങൾ 2 പ്രാവശ്യം നഗരസഭ കൗൺസിൽ വിളിക്കാൻ പറഞ്ഞു. ഈ വിഷയം അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്ന് തയ്യാറല്ലല്ലോ, ദാർഢ്യമല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തോന്നുന്നു, ഒരു പ്രാവശ്യവും കൂടെ നോട്ടീസ് കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ട്രെയിൻ തടഞ്ഞിരുന്നു. മനസ്സിലല്ലേ? തടഞ്ഞ അപ്പം ഇതിന് എന്താ പറയുമ്പോൾ നോട്ടീസ് കൊടുത്ത് ചെയ്തില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറയാൻ കളക്ടർ ഇടപെടണം. കളക്ടർ ഇടപെട്ട് നടന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 വർഷമായി ഒരു കളക്ടറുള്ള ഫീൽ നമുക്കുണ്ടോ? ഒരു ചെറുപ്പക്കാരനാണ് കളക്ടറായിട്ടുണ്ടായത്. ഇപ്പം പുതിയ ആൾ വന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു ദാസ്യപ്പണിക്കാരനെ പോലെയാണ്. ഒരു പ്രവർത്തനവും സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം ആ കാര്യങ്ങൾ വരുമ്പോൾ കളക്ടറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഈ മഴ കാരണം, ഈ വെള്ളപ്പൊക്കം കാരണം ഒരുപാട് വിഷയങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസം കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സംബന്ധിച്ച് അത് എനിക്ക് വ്യക്തമായത് അറിയാമെന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി സമിതിയുടെ ചെയർമാനും കളക്ടറാണ്. അവിടെ സ്ഥല MLA എന്ത് പറയുന്നു അതിൻ്റെ അടിയിൽ ഒപ്പിടുകയാണ്. അതുപോലെ ഇവിടെ എന്ത് മേയർ പറയും അത് ചെയ്യുന്നു. അപ്പം ഒരു നിഷ്ക്രിയനായ ഒരു കളക്ടർ കഴിഞ്ഞ കുറേ നാളുണ്ടായിരുന്നു എന്നുള്ള ഒരു ദാരുണമായ സംവിധാനം കൂടി നമ്മൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതിനാണ് ഈ ഭരണാധി ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നൊരു ഭാഗത്തു നിന്നുണ്ടായത്. ഒരു നല്ല ഒരു ഊർജ്ജസ്വലനായ ഒരു കഴിവുറ്റ ഒരു കളക്ടറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മേയർ പക്വതയില്ലാത്തതും അതുപോലെ തന്നെ ഒരു പ്രീ എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഭരണത്തിൽ കാണുന്നുവെന്നാണ് പൊതുവിൽ ജനങ്ങൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത്. അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ സംഭവമായി തന്നെ ഇതിനെ നമ്മൾ ആരും മേയറായിട്ടോ മന്ത്രിയായിട്ടോ MLA ആയിട്ടോ വരുന്നതല്ല. നമ്മളെല്ലാം അതിലൂടെ ആയിത്തീരുന്നതാണ്. പക്ഷേ ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ ഒരു ജനസേവകൻ്റെ ഒരു ബോധം ഉണ്ടാവണം. ഞാൻ ഇരിക്കുന്ന പദവി എന്താണെന്നുള്ളൊരു ബോധം വരണം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വ്യാപ്തി ഇപ്പം 234 ചതുരശ്ര കിലോമീറ്റർ നീളമാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളത്. അപ്പം ഇതിനകത്ത് മാത്രമാണ് ഞാനുള്ളത്. എൻ്റെ കാര്യങ്ങൾ നടത്തിപ്പിലാക്കേണ്ട സ്ഥലം ഇതാണ്. ഇവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട്, ഇത് പഠിച്ചാണ് ഒരാൾ ചെയ്യുന്നത്. ഇത് അതിന് തയ്യാറല്ലെന്നേ. എത്ര അഴിമതികൾ SC/ST ഫണ്ട് DYFIക്കാർ കൊണ്ടുപോകുന്നു. പാവപ്പെട്ട അന്വേഷണമില്ല. എല്ലാം മ്യൂസിയം സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതി അവിടെ കിടക്കുന്നു. നികുതി വെട്ടിപ്പ് പരാതി കൊടുക്കുന്നു, അവിടെ കിടക്കുന്നു. കത്ത് വിവാദം കൊടുക്കുന്നു, കിടക്കുന്നു. അങ്ങനെ നിരവധിയായിട്ട് പറഞ്ഞു തുടങ്ങി ആറ്റുകാൽ പൊങ്കാല തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പൈസ വാങ്ങിച്ചത് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യത്തിലും അഴിമതിയാണ്. കോടികൾ കഴിഞ്ഞ 10 വർഷം, ഞാൻ അതിന് മുമ്പത്തിൽ കണക്കുകൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈ നഗരസഭയ്ക്ക് കൊടുത്ത തുക അതിൽ ധവളപത്രം ഇറക്കാൻ വേണ്ടി മേയർ തയ്യാറാണ്. പിന്നെ 100% ഈ 10 വർഷം കിട്ടിയ സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇതും എന്ത് മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നഗരം മൊത്തം താന്നു പോയില്ലേ. ഒരു എന്ന് വെച്ചാൽ കൊടുത്ത പൈസക്ക് കാര്യം ചെയ്യാൻ തയ്യാറല്ലെന്ന് വെച്ചാൽ എത്ര പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു.
അതിൽ സംസ്ഥാന സർക്കാർ വിവിധ ഫണ്ടുകൾ കൊടുക്കുന്നു. പക്ഷെ അതിലൊന്നും നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്താണ്? ഈ ഓട പോലും രാജകാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്, മനസ്സിലല്ലേ? ആ ഓട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അതിനപ്പുറത്തേക്ക് വേറെ എന്ത് മാറ്റം തിരുവനന്തപുരം തലസ്ഥാനത്തായിരിക്കും ഉണ്ടാക്കാൻ സാധിച്ചു? അപ്പൊ അതിന് പക്വതയും അഹങ്കാരം, ധാർഷ്ട്യം, അത് മാത്രമേ ഉള്ളൂ. അത് പാർട്ടി ക്ലാസ്സിൽ പഠിച്ചു വരണം, AKG സെന്ററിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു ധാർഷ്ട്യം അതെല്ലാവർക്കും ഉണ്ട്, അത് മേയർക്കും ഉണ്ട്. ആ ധാർഷ്ട്യത്തിന്റെ ഫലമായിട്ടാണ് ഒന്നും നടക്കുന്നില്ല. പിന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ ഭരണത്തിലാണ്. CPM പറയുന്നത് CPM നിയന്ത്രണം എന്ത് വേണോ ചെയ്യാന്നുള്ള വശമായില്ലേ? എല്ലാ സോണൽ ഓഫീസുകളും അഴിമതിയുടെ കേന്ദ്രമായില്ലേ? പൈസ ഉള്ളതിന്റെ കാര്യം നടക്കും. മെഗാ അദാലത്തൊക്കെ വെച്ച് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നു നികുതി. എന്ത് ക്ലിയർ ചെയ്തു? എന്താണ് ക്ലിയർ ചെയ്തത്? ആൾക്കാരുടെ മുമ്പിൽ പൊടിയിടാനുള്ള പരിപാടിയല്ലേ? അവ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ വേണ്ടി സ്വയം തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഒരു പാർട്ടി, ആ പാർട്ടി കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഭരണത്തിനെതിരായെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരു തിരുത്തലിന് തയ്യാറാകില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവില്ലേ, ഞങ്ങൾക്ക് ഇതേ പറ്റൂ എന്നല്ലേ പറഞ്ഞ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? ഇത് തലസ്ഥാന നഗരിയിലെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് CPM മേയറും. ഇത് മുഖ്യമന്ത്രി ഇന്ന് നാളെ അവലോകന യോഗം കൂടുന്നു. പിന്നെ എന്താണ് നടക്കുന്നത്? മാധ്യമങ്ങൾ വിഷയം പുറത്തു കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിന്റെ പേരിൽ 2-3 ദിവസം കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും തദൈവ പഴയ വരികയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ ചാർജുള്ള V ശിവൻകുട്ടിയല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്കൂൾ തുറപ്പിന് മുമ്പ് തിരുവനന്തപുരം ക്ലിയർ ചെയ്തു. ഇവിടെ എന്ത് സ്കൂൾ തുറന്നു? എവിടെയാണ് ക്ലിയർ ചെയ്തത്? ആർക്കെങ്കിലും നടന്നു പോകാൻ പറ്റുമോ? മഴയത്ത് ഇനി മഴ കഴിഞ്ഞ് മാരക രോഗങ്ങൾ വന്ന് പിടിപെടും. ഇനി മാരക രോഗങ്ങൾ പിടിപെട്ടാൽ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ആശുപത്രി പോകും, മരുന്നുണ്ട്. ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് നടക്കപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു സംവിധാനവും ഇല്ലാതെ ഒരു സിസ്റ്റത്തെ മുഴുവൻ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ശരി, ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇത് സത്യത്തിൽ ഈ നഗരസഭ സ്വയം രാജിവെച്ചൊഴിയണമെന്ന്. ഈ നഗരസഭ ഈ നഗരത്തിന്റെ ഈ മൊത്തം പരാജയം ഏറ്റെടുത്തുകൊണ്ട് ഈ നഗരസഭ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ചു പോവുകയാണ്. നിലവിൽ ഈ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി കൂടി എത്തേണ്ടത് അനിവാര്യമായിരുന്നു. കഴിഞ്ഞ ചർച്ചയിലും ഈ ചർച്ചയിലും ഒക്കെ തന്നെ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിനിധി ഇല്ലാതെ പോയത്. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് തുടക്കത്തിൽ സംസാരിച്ച പ്രസംഗം ഉൾപ്പെടെ ഷിജു ഖാനെ അടക്കം വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണില്ലാത്തതുകൊണ്ട് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ഉത്തരവില്ല. അല്ലാതെ വേറെ നമുക്കിപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ആണല്ലോ. അപ്പൊ തെറ്റും ശരിയും ഉണ്ടായിരിക്കാം. തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. ആണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണല്ലോ പൊതുപ്രവർത്തനം എന്ന്. ഞാൻ അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമെങ്കിൽ ചിലപ്പോൾ തെറ്റല്ല, ഇന്ന കാര്യങ്ങളാണ് അതിൽ നടന്നത്. എൻ്റെ പാർട്ടി ചെയ്ത ഭാഗം എന്താണ് ന്യായം, അത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ളതല്ല. മറ്റൊന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട്. അതേ സമീപനം മേയർക്കും ഉണ്ടല്ലോ. അതിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് ഒരു ഫലകവും അവിടെ വെച്ചു. അത് കാട് കയറി പോയി. പിന്നെ പത്രങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ വീണ്ടും വന്നു. ഇപ്പോൾ അവിടെ ഒരു ദിവസം പെട്ടെന്ന് അവിടുത്തെ കൗൺസിലറും മേയറും കൂടെ കടന്നു വരികയാണ്. കടന്നു വന്നു പറഞ്ഞ് എഞ്ചിനീയർ മറ്റൊരു വിളിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കുന്നു, വർക്ക് തുടങ്ങുന്നു. മെഡിക്കൽ കോളേജ് 150-150ഓളം ഏക്കർ സ്ഥലം. അതിൻ്റെ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാളിൻ്റെ നിയന്ത്രണത്തിലാണ് ആ മുഴുവൻ പ്രദേശവും. അവിടെ മറ്റൊരാളിനും അധികാരമില്ല. ആ അധികാരമില്ലാത്ത സ്ഥലത്ത് ഇവർ കടന്നു കയറിയിട്ട് ഇവർക്കിഷ്ടമുള്ള, അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മെഡിക്കൽ കോളേജിന് 700 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് എവിടെ വേണമെന്ന് നേരത്തെ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സ്ഥലമൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവർ നേരെ വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുമ്പിലത്തെ സ്ഥലം, അത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ 2ാം ഘട്ട വികസനത്തിന് വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയൊരു ബ്ലോക്ക് പണിയണമെന്ന് വെച്ചാൽ അവിടെ സ്ഥലമില്ല. പക്ഷേ ഇവർക്ക് അതൊന്നുമല്ല. ഇവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫണ്ട് ഇവിടെ ചിലവഴിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള. അവിടെ ഒരു നഗരസഭ മുമ്പും ചില കെട്ടിടങ്ങൾ MP ഫണ്ടും ഒക്കെ ആശുപത്രിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്.
ചെയ്തു കൊടുക്കുന്നത് ഒന്ന് ആശുപത്രി ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നഗരസഭ നിർദ്ദേശം അങ്ങോട്ട് വെച്ചിട്ട് പിന്നീട് ഇവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ആണ് ഇന്ന സ്ഥലത്ത് ഇന്ന കെട്ടിടം അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം പണിയാൻ ഉള്ള അനുവാദം കൊടുക്കുകയാണ്. പണിഞ്ഞ് ആശുപത്രി കൈമാറി ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് പറയുന്നത് ആരും അനുവാദം കൊടുത്തിട്ടില്ല. ഒരു ഫയൽ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു കെട്ടിടം മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിച്ച് മെഡിക്കൽ കോളേജിന് നൽകാൻ നഗരസഭ തയ്യാറാണെന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കൊടുത്തിട്ടില്ല. ഇത് അവിടെ പണി തുടങ്ങുമ്പോഴാണ് പ്രിൻസിപ്പാൾ സൂപ്രണ്ടും അറിയുന്നത് അവിടെ പണി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ വന്നു, അത് നിർത്തിവെപ്പിച്ചിട്ട് നിലവിലെ പ്രിൻസിപ്പൽ മുമ്പുണ്ടായിരുന്ന കളക്ടർക്ക് ഏകദേശം ഒരു മാസം മുമ്പ് കത്ത് കൊടുത്തു. മെഡിക്കൽ കോളേജിൽ അനധികൃതമായി കടന്നു വന്ന് നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനം നമ്മളൊരു നിർമ്മാണ പ്രവർത്തനം അനധികൃതമായി നടക്കണമെന്ന് പറഞ്ഞ് ഒരു ഫോൺ ചെയ്താൽ വന്ന് നിർത്തിവെപ്പിക്കുന്ന നഗരസഭയാണ് അല്ലേ? നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് അത് നിർത്തിവെക്കും. കാര്യം അനുവാദം ഇല്ലാതെ ചെയ്തു. ഇപ്പോൾ നഗരസഭ തന്നെ ചെയ്യുന്നത് എന്താണ്? ഒരു അനുവാദവും ഇല്ലാതെ മെഡിക്കൽ കോളേജിൽ കയറി അവിടെ മൾട്ടി ലെവൽ പറയും. നാളെ ഇവർ പറയുന്നത് ഞങ്ങൾ വെച്ചതാണ്, ഞങ്ങൾ കുറച്ച് കടകൾ അതിനകത്ത് കെട്ടുന്നു, ഞങ്ങൾ കുറച്ച് CPMമാർക്ക് ഇവിടെ കടകൾ നടത്താനുള്ള അവസരം കൊടുക്കുന്നു, ഇത് പാർക്കിംഗ് പിരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ സമീപനം തന്നെ, മേയറുടെ സമീപനം തന്നെ, കൗൺസിലറുടെ സമീപനം. അപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് അതുപോലെ അനുസരിക്കണം ജീവനക്കാർ. അത് പ്രിൻസിപ്പളായാലും ശരി, DME ആയാലും ശരി, സൂപ്രണ്ടായാലും ശരി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പ്രിൻസിപ്പൽ ഒരു കത്ത് പരാതിയെങ്കിലും കളക്ടർ കൊടുക്കണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരാതി പ്രിൻസിപ്പൽ കൊടുത്താൽ അത് പരിശോധിക്കാനുള്ള ആർജവം കളക്ടർക്കില്ല. ഈ ഉദ്യോഗസ്ഥരെല്ലാം അടിമകളായി മാറി ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഏകാധിപത്യ സമീപനം മാത്രമാണ് നടക്കുന്നത്. ഇതിന് അറുതി വരണമെങ്കിൽ സ്വയം നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെക്കും. അതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രാജിയില്ല. ഇനി ഒരു വർഷം കൂടി ഈ ദുരന്തം, നമ്മൾ ഈ മാലിന്യ ദുരന്തം, നഗരവാസികൾ ഇതിന് വിധി എഴുതുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം ഇനി 40-40 വർഷമായി ഈ ദുരന്തത്തിന് ഒരു അന്ത്യം കാണണം. അത് പിന്നെ അവർ തന്നെ ചർച്ചയിൽ കണ്ടെത്തിയല്ലോ. ഈ മേയർ ഇതിന് അവസാനത്തെ മേയറായിരിക്കും CPM കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഇല്ല. കാര്യം നമ്മളെപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ജനങ്ങൾ പറയും ഇത് അവസാനത്തെ ഭരണമാണ്, ഈ മേയർ ഇതിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വർഷം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം CPM അത് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ടാകും.